നോക്കടാ വിഷ്വൽ ബ്യൂട്ടി ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് റബീബ സിനിയ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ്റെ ആയതുകൊണ്ട് അതിന് പോകുന്ന വ്ളോഗാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ 10 മണിയായപ്പോഴേക്കും കോളേജിലെത്തി രജിസ്ട്രേഷനും കഴിഞ്ഞ് നേരെ പോയത് കോട്ട് മേടിക്കാനായിരുന്നു. നമ്മൾ യു ജിക്കാരായതുകൊണ്ട് ബ്ലാക്ക് കളർ കോട്ടാണ്, യെല്ലോ പി ജിക്കാർക്കാണ്. വിത്തിൻ 1 ഇയർ ഞാൻ യെല്ലോ കോട്ട് ഇട്ടിട്ടുള്ള വ്ളോഗും കൂടി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. കാരണം ഞാൻ ഓൾമോസ്റ്റ് പി ജിയും ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളായിരിക്കും യു ജിൻ്റെത് ഇപ്പോഴാണോ കിട്ടുന്നത്? അതെ ഗൈസ്, ഇപ്പോഴാണ് യു ജിൻ്റെത് കിട്ടുന്നത്. അങ്ങനെ ഹാളിലോട്ട് കയറി ചെന്നപ്പോൾ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ അറ്റൻഡൻസ് വൈസ് ആയിരുന്നു. ആദ്യം തന്നെ ഞാൻ കണ്ടത് A4 അൻസിഫിനെയാണ്. അൻസിഫ് ദാണ്ടിരിക്കുന്നു. കോളേജ് കഴിഞ്ഞ് പോയതിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ ഞാൻ ഇപ്പൊ കാണുന്നത്. ബാക്കൊക്കെ തിരിഞ്ഞപ്പോൾ ദാണ്ടിരിക്കുന്നു അൻസിഫിന്റെ വാലായിട്ട് നിഹാല്. ഞാൻ കോളേജ് പോയ കാലം തൊട്ട് ഇറങ്ങിയിട്ടും ഇപ്പോഴും ഇവരെന്താണ് ഒരുമിച്ചല്ലാതെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ റിച്ചുബായി ഇതാണ്ട് അവിടെ ഇരിക്കുന്നു. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് 3rd ഇയറിൽ ക്ലാസ് ട്യൂട്ടർ ആയിരുന്നു പവിത്ര മാം. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സംഭവം നല്ലൊരു എക്സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. കാരണം കോളേജിൽ നമ്മൾ ആ വർഷം ഇറങ്ങിയിട്ട് പോയതിന് ശേഷം നമ്മുടെ ഇട്ടാവട്ടത്തുള്ള ഫ്രണ്ട്സിനെ അല്ലാണ്ട് ദൂരക്കാരെയൊന്നും കണ്ടിട്ടേ ഇല്ല. 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് പലരെയും കാണുന്നത്. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു. സർട്ടിഫിക്കറ്റ് വാങ്ങുക, നിൽക്കുക, ഒരു ഇളിക്കുക, ഒരു ഫോട്ടോ എടുക്കുക, നേരെ ഇറങ്ങി വരിക. അതായിരുന്നു സംഭവം. കുറച്ച് അധികം ആൾക്കാരുണ്ടായിരുന്നു. കാരണം നമ്മളുടെ ജൂനിയർ ബാച്ച് ആയിട്ടുള്ളവരും പി ജിക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദാ ഷിബിലിരിക്കുന്നു, മഹ ഇരിക്കുന്നു. എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതിൽ ഒരു പകുതി ആൾക്കാരെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പോൾ ജോബ്, കല്യാണം, ഫാമിലി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ബിസി ലൈഫ് ആണല്ലോ, അതുകൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ഉച്ചയായപ്പോഴേക്കും പ്രോഗ്രാം ഷടപടയെന്ന് തീർത്തിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഫുഡ് കഴിക്കണം, അത് മുഖ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. കാരണം ഇങ്ങനൊക്കെ ഒരു ദിവസം വല്ലപ്പോഴേക്കിലേ വരിക. നമുക്കൊരു ആത്മാഭിമാനമാണല്ലോ നമ്മൾ പഠിച്ച് ഗ്രാജുവേറ്റഡ് ആയി എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പക്ഷെ ഭയങ്കര വെയിലാണ്. അങ്ങനെ ഞാനും ബുസും പറഞ്ഞ് വെയിലൊന്നും നോക്കിയിട്ട് കാര്യമല്ല, ഇപ്പം എടുത്താലേ നമുക്ക് ഫോട്ടോ ഒക്കെ നല്ലത് കിട്ടും. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ച് ഫോട്ടോഷൂട്ടിങ്ങിന് ഇറങ്ങി ഗൈസ്. എൻ്റെ കയ്യിൽ ഫോൺ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. ഞാൻ വ്ളോഗ് എടുക്കാണെന്ന് വിചാരിച്ചിട്ട് ഇവർക്കൊന്നും ഒരു പ്രൈവസി കൊടുക്കണില്ല ഗൈസ്. ഞാൻ ഏതായാലും കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചു. ഇവരൊക്കെ ഇന്ന് വിട്ടാൽ എന്ന് കാണാൻ പറ്റുന്നൊന്നും പറയാനേ പറ്റില്ല. ഇന്ന് തന്നെ പകുതി ആൾക്കാരും വന്നിട്ടില്ല. ഇവരൊക്കെ ഇനി പോയിട്ടുണ്ടെങ്കിൽ ജോബ്, ബിസി, ഫാമിലി എന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും എന്ന് കാണാനാ എന്ന് ഒത്തുകൂടാനാന്നൊന്നും ഒരു ഇതും ഇല്ലാത്തതുകൊണ്ട് കിട്ടിയ ചാൻസിൽ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാന്ന് കരുതി. നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഗൈസ്. കാരണം നമ്മളെ 3 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഇന്ന് നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമില്ല. അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോസ് കണ്ടാലോ. ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ കയ്യിൽ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയാ ഓർമ്മ വരുന്നതെന്നറിയോ? അസൈൻമെന്റ്, സെമിനാർ, തീറ്റയില്ല, ഉറക്കല്ല, സപ്ലി വരാതിരിക്കാൻ കുത്തിരുന്ന് പഠിച്ച എക്സാം എഴുതിയത്, അങ്ങനെ 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 PPT, പ്രസന്റേഷൻ, എന്തൊക്കെയോ ആണ് ഓർമ്മ വരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോണ്ടല്ലോ, ഒരു ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ കുറച്ച് പഴയ മൊമെന്റ്സും കൂടി ഈ ഒരു ഇതിൽ നമുക്ക് കണ്ടാലോ. വർഷത്തെ കളിചിരികളും തമാശകളും പഠിത്തവും അധ്വാനവും കഷ്ടപ്പാടും എല്ലാം കഴിഞ്ഞ് അതിൻ്റെ അംഗീകാരമായിട്ടുള്ള സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടി. ഇനി നമുക്ക് യു ജിയിൽ പ്രത്യേകിച്ചെന്ന് പറയാനായിട്ടൊന്നും ബാക്കിയില്ല. ഇത്രയും കാലമായിട്ട കോമ മാറ്റി ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സമയമായി. ഇനി ഒരു കടങ്ങളും അവിടെ ബാക്കിയും വെച്ചിട്ടില്ല. ഇനിയല്ലുള്ളത് PG യിലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.